ആക്സിലേറ്റർ ഉപയോഗിച്ചാൽ മാത്രം മതി. ഗിയർ ഇട്ടാൽ വണ്ടി മുന്നോട്ട് പോകാൻ തുടങ്ങും. ബ്രേക്ക് ഔട്ടിയാൽ വണ്ടി നിൽക്കും. ആക്സിലേറ്റർ കൊടുത്താൽ വേഗത്തിൽ പോകും. ഓക്കെയാണ്. ഇതാണ് ഈ വണ്ടിയുടെ ടെക്നിക്ക്. പിന്നെ സ്റ്റിയറിംഗ് ബാലൻസ് ആണ് ഇതിനകത്ത് വേണ്ടത്. സമയത്ത് ബ്രേക്ക് ഔട്ടാൻ പറ്റണം, സ്റ്റിയറിംഗ് നിയന്ത്രിക്കാൻ പറ്റണം. ഇതാണ് ഇതിന് വേണ്ടത് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടുമോ ഒന്നുകൂടെ? നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നല്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം പോരായ്മ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം, അല്ലാതെ വേറെ പേടിച്ചിട്ട് കാര്യമില്ല. ബ്രേക്ക് ഇത് ഇങ്ങോട്ട് മാറ്റണം. ഡ്രൈവിലേക്ക് മാറും. വെറുതെ താഴോട്ട്, വെറുതെ താഴോട്ട്. കണ്ട ന്യൂട്രലാക്കിക്ക്. ന്യൂട്രൽ എന്തോന്നത്തേക്ക് അറിയാമോ? വണ്ടി ഒന്നുമില്ല, ഗിയർ ഒന്നും ഇല്ലാത്ത അവസ്ഥ. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക് പോകാനുള്ള ഗിയർ, റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പുറകിലേക്ക് പോകാനുള്ള ഗിയർ, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥ. വണ്ടി പ്ലെയിനായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കും. ഓക്കെയാണ്. ന്യൂട്രലാണെങ്കിൽ മാത്രമേ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വണ്ടി നീങ്ങും ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ. ഒന്നെങ്കിൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ പുറകിലേക്ക് പോകും. ബ്രേക്ക് പ്രസ് ചെയ്യും, പിന്നെ ഡ്രൈവിലേക്ക് മാറും. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് വിടരുത്. ഇനി ഒരു ബ്രേക്ക് കൂടെ ഉണ്ട്, ഹാൻഡ് ബ്രേക്ക്. അത് ഓഫ് ചെയ്യും. അതെ താഴോട്ട്. ഓക്കെയാണ്. അതിനൊരു വാർണിംഗ് ലൈറ്റ് ഉണ്ട് അവിടെ. ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ആക്കിക്കാൻ. അതിന് പ്രസ് ചെയ്യണ്ട, വെറുതെ ബുക്ക് ചെയ്യണം. കണ്ട ഒരു റെഡ് ലൈറ്റ്. ഇനി ഒന്ന് ഓഫ് ചെയ്ത്. ഓക്കെ അല്ലേ? ഫ്രീ ആയോ? കയ്യിൽ ബലം പിടിക്കരുത്, കൈ ഫ്രീ ആയിരിക്കണം. ഒന്ന് ന്യൂട്രലാക്കിക്കും. ഓക്കെ. ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ആക്കിക്കും. അല്ലാതെ ബ്രേക്ക് ഒന്ന് വിടരുത്. ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്തിട്ടേ ബ്രേക്ക് ഒന്ന് വിടാവുള്ളൂ. ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യും. വെക്കണ്ട, ഒന്നുകൂടെ ഓഫ് ചെയ്തേ. പ്രസ് ചെയ്യാതെ വെറുതെ മേളിലേക്ക് ഉയർത്തിയാൽ മതി. കണ്ട ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തേ മുഴുവൻ ആയാ? ഒന്ന് ഓൺ ചെയ്തേ. കണ്ട ഓക്കെയാണ്. ബ്രേക്ക് ഒന്ന് വിടും. സ്റ്റിയറിംഗ് ഒന്ന് വെറുതെ ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിച്ച്, ലെഫ്റ്റിലേക്ക് ഇടത്തേക്ക് മുഴുവൻ തിരിച്ച്, എളുപ്പം തിരിച്ച് കുറച്ചുകൂടെ. അതായിട്ട് നോക്കരുത്, അതായിട്ട് നോക്കണ്ട, നമുക്ക് അതുമായിട്ടൊരു ബന്ധവുമില്ല. മുഴുവൻ തിരിക്കും. ഇനി ഒന്ന് റൈറ്റിലേക്ക് തിരിച്ച് മുഴുവൻ തിരിക്കും. മുഴുവൻ അതായിട്ട് നോക്കുക. ഇപ്പോഴും ചെയ്യുന്നത് ശരിയല്ലേ? നോക്കണ്ട, അത് തീരുമ്പോൾ തട്ടി നിൽക്കും. ലെഫ്റ്റിലേക്ക് ഒന്ന് മുഴുവൻ തിരിച്ച്. ഓക്കെ. പിന്നെ റൈറ്റിലേക്ക് ഒന്ന് മുഴുവൻ തിരിച്ച്. റൈറ്റ് ലെഫ്റ്റിലേക്ക് ഒന്ന് മുഴുവൻ തിരിച്ച്. മുഴുവൻ തിരിക്കും. ഓക്കെ. നമുക്കിപ്പോൾ മുന്നിലേക്കാണ് പോകേണ്ടത്. ഇത് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയാൻ വയ്യ. അതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ പറയും, ഇപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ എങ്ങാനും വണ്ടി നേരെയാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുഴുവൻ തിരിക്കണം. എന്നിട്ട് ഇത് നേരെ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആ രീതിയിൽ ഒന്നും കൊണ്ടുവന്നേ. ഇത് നോക്ക്, ഒരു തവണയായി. ഒന്നുകൂടെ നേരെ വരുന്നത്. ഇപ്പൊ വീല് നേരെയായി. ഓക്കെ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്നിട്ട് നോക്കിയാൽ ഓഫ് ചെയ്തേ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഒന്നിട്ട് നോക്കിയാൽ ഓഫ് ചെയ്തേ. അതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യും. ഡ്രൈവ് ഗിയറിലേക്ക് മാറും. അടിക്കാതെ. ഓക്കെയാണ്. ഇനി കൈ സ്റ്റിയറിംഗിൽ വെച്ചോ. ഒരിക്കലും ബലം പിടിക്കരുത്. ചെറുതായിട്ടൊന്ന് ഈ വണ്ടി ഒന്ന് മുന്നിലേക്ക് നീക്കിയിട്ട് നിർത്തി നോക്കിക്കേ. ബ്രേക്കിൽ മാത്രം ലൂസ് ചെയ്താൽ വണ്ടി മുന്നിലേക്ക് നീങ്ങും. ഒന്ന് ലൂസ് ചെയ്ത് നോക്ക് ബ്രേക്ക്. കണ്ട, ഒന്ന് നിർത്തി നോക്ക്. ഓക്കെയാണ്. ഇത്തിരിയുടെ മുന്നിൽ ഇതാ ചുവന്ന റിഫ്ലക്ടർ കണ്ട, അത്ര എത്തുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നിർത്തണേ. അതെ, ബ്രേക്ക് മാത്രം ലൂസ് ചെയ്തോളൂ. വണ്ടി ഉരുളട്ടെ. ഉരുളാൻ സമ്മതിക്കും. ബലം പിടിക്കരുത് കയ്യില്. നിർത്തിക്കാം. ഓക്കെയാണ്. ഇനി ആ ബോർഡ് കണ്ടോ ലൈം ജ്യൂസിന്റെ, അവിടം വരെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തണം. അതെ, പോകരുത്. പുറകിന്ന് വണ്ടി നോക്ക്. മുന്നിലേക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? നമുക്ക് നേരെ, നമ്മൾ നേരെ പോയി എവിടെ പോയി മുട്ടും? നേരെ പോയാൽ എവിടെ പോകും? പോവുക. മുന്നിലേക്ക് പോയാൽ ഈ പോസ്റ്റിന് നേർക്കല്ലേ നമ്മുടെ വണ്ടി പോകത്തുള്ളൂ. ശരിയല്ലേ? റോഡിനൊരു ചരിവല്ലേ ഉള്ളത്. പതിയൊന്ന് മുന്നിലേക്കൊന്ന് പോയി നോക്കി. ബ്രേക്ക് മാത്രം ഒന്ന് ലൂസ് ചെയ്താൽ മതി. പതിയെ റൈറ്റിലേക്ക് ഇത്തിരി മാറി കൊടുക്കണം, അല്ലെങ്കിൽ പോസ്റ്റിന് നേർക്കാ പോണം. വേണ്ട, വണ്ടി മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ അതി ഉരുളാൻ സമ്മതിക്കും.
ഇനി അങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അതുകൊണ്ട് നേരെ ആക്കണം. ബോർഡിന്റെ റോഡിന്റെ നടുക്ക് നിർത്തരുത്, ഇത്തിരി സൈഡിലേക്ക് മാറി വേണം. പയ്യെ ബ്രേക്ക് ചെയ്ത് വന്നു വീണ്ടും മുന്നിലേക്ക് പോട്ടെ. ആ കാപ്പിലെന്ന് എഴുതിയ ബോർഡിന്റെ അവിടം വരെ പോട്ടെ. എല്ലാ തന്നെ തന്നെ അങ്ങനെ പോകുന്നു. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. വണ്ടി ഉരുളാൻ സമ്മതിക്കും. ഉരുളട്ടെ, കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ഉരുളട്ടെ. ആ സ്വന്തമായിട്ട് ഫീൽ ചെയ്യണം അത്. ഒരുപാട് സൈഡ് ചേർക്കാതെ ഇനി ഒന്ന് സൈഡിലേക്ക് വന്നാൽ ഒരിത്തിരി നിർത്തരുത്. ഉള്ള സൈഡിലേക്ക് വന്നാൽ മതി. പയ്യെ മുന്നിലേക്ക് പോട്ടെ. നേരെയാക്കി നേരെയാക്കി കൊണ്ടുവന്നാൽ നിർത്തരുത്. വീണ്ടും മുന്നിലേക്ക് പോകും. അല്ല തന്നെ തന്നെ ഓഫ് ആക്കി ഓണാകുകയും ചെയ്യും. നേരെയാക്കി നേരെ നേരെ പോട്ടെ. ഇനി ബ്രേക്ക് ഒന്ന് മുഴുവനായിട്ട് റിലീസ് ചെയ്താ പതിയെ ഒന്ന് ആക്സിലേറ്ററിൽ കാല് വെച്ചാൽ പേടിക്കാതെ ചുമ്മാ. നമ്മൾ ചവിട്ടി താഴ്ത്താതെ അതിന്റെ വേഗത കൂടില്ല. പതിയെ ഒരു ഇത്തിരിയുടെ വേഗത കൊടുത്തേ വണ്ടിക്ക്. ഒരു ഇത്തിരിയുടെ വേഗത കൊടുത്തേ. ഓക്കെ ആണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആ ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കി നിർത്തിക്കുക. ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടരുത്. ബ്രേക്കിൽ ആദ്യം കാല് വെക്കുക. എന്നിട്ട് വണ്ടിയെ സൈഡിലേക്ക് ആക്കുക. സൈഡായി തുടങ്ങുമ്പോൾ അതിനെ നേരെ ആക്കണം, അല്ലെങ്കിൽ മതിലിന് നേർക്കായിരിക്കും പോണത്. കാല് ബ്രേക്കിന്റെ മേളിൽ തന്നെ ഉറപ്പിച്ചു വെച്ചു. ചവിട്ടിയിട്ടില്ല. പയ്യെ പയ്യെ പ്രസ് ചെയ്ത് നിർത്തി കൊടുക്കും. അങ്ങനെ നിർത്തിയ ഉടനെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും. ഓക്കെ ആണ്. അവിടെ എ എന്ന് എഴുതിയിട്ട് ഒരു വട്ടം വരച്ചിട്ട് ഒരു സ്വിച്ച് ഉണ്ടാവും. കണ്ട അതൊന്ന് പ്രസ് ചെയ്ത് മതി. ഇനി ഓഫ് ആകത്തില്ല. അത് ഓട്ടോമാറ്റിക് ഓണും ഓഫും ആകുന്നതാണ് വണ്ടി. ഫ്യൂവൽ സേവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയ ഉടനെ വണ്ടി തന്നെ ഓഫ് ആവും. പെട്രോൾ സേവ് ചെയ്യാനായിട്ടാണ്. അല്ല, ഇത്രയ്ക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഇത്ര ടെൻഷൻ എടുപ്പിക്കും. അത് വണ്ടി ഓഫ് ആകുമ്പോൾ ഓഫായോ എന്ന് ആലോചിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ അത് ഓഫാക്കി വെക്കാൻ പറഞ്ഞു. ഇനി വീണ്ടും മുന്നിലേക്ക് പോട്ടെ. അതങ്ങനെ ഓഫായി കിടക്കത്തില്ലോ? അതങ്ങനെ കിടന്നോട്ടെ. ഇനി ഓഫ് ആകത്തില്ല വണ്ടി. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം. എന്നിട്ട് വേണം ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കാൻ. നേരെയാക്കി കാല് ഫുള്ളും എടുക്കട്ടോ. എടുത്തു. എന്നിട്ട് പതിയെ ലൈറ്റായിട്ട് ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു തുടങ്ങിക്കും. അങ്ങനെ പേടിച്ച് ചെയ്യരുത്. നമ്മൾ ചവിട്ടി താഴ്ത്താതെ അതിനൊരു വേഗത വരില്ല. മതി. മതി. ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെടണ്ടേ? മതി. അങ്ങനെ തന്നെ പോട്ടെ. സ്റ്റിയറിംഗ് ബാലൻസ് എന്ന് പറഞ്ഞേ എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിട്ടാണ് സൈക്കിളുകാരനെ കണ്ടു. അത്രയും മതി. അതുപോലെ വീണ്ടും നമ്മുടെ സൈഡ് നോക്കി പോയിക്കോണം. നമുക്ക് എപ്പോഴും ഇടതുവശം ചേർന്ന വണ്ടി ഓടിക്കണ്ട കേട്ടാ. എന്ത് തടസ്സം മുന്നിൽ കണ്ടാലും കാല് ബ്രേക്കിന് മേളിലേക്ക് വെച്ചോണം. ആക്സിലേറ്ററിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത്. ബ്രേക്കിന് മേളിലേക്ക് വെച്ചേക്കണം. അതൊരു ഗ്രൗണ്ട്, ആ അമ്പലത്തിന്റെ ഗ്രൗണ്ടാണ്. അവിടെ കയറാവാ. അവിടെ കയറി നോക്കാം. ഒന്ന് പയ്യെ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നത്. ന്യൂട്രലായിട്ട് ഒന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് മേലേക്ക്. ഇത് അങ്ങനെയല്ല കേട്ടാ, അങ്ങോട്ട് പോയിട്ട് അതിലെ കൂടെയാണ് കയറുന്നത്. എന്നാൽ ഡ്രൈവിലേക്ക് ഡ്രൈവ് ഓടാം. നമുക്ക് അവിടെ തിരിച്ചു നോക്കാം. അതുകൊണ്ടാണ് വലത്തോട്ട് ഒരുപാട് കയറാത്ത രീതിയിൽ വേണം വണ്ടിയെ കൊണ്ടുപോകാൻ. ഓട്ടെ. ബാക്കിൽ വന്നോട്ടെ. ഇപ്പൊ ഈ ഒരു സൈഡ് മാത്രം നോക്കിയാൽ ബാക്കിൽ ഞാൻ നോക്കിക്കോളാം. ഫ്രണ്ട് നോക്കിയാൽ മതി. ഈ ഒരു സൈഡിൽ നിന്ന് വണ്ടി പോവാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോയാൽ മതി. ഇങ്ങനെ പോയാൽ മതി. പിന്നെ നമുക്ക് നടക്കാം. നമുക്ക് പതിയെ മതിയല്ല, നമുക്ക് ഒരു ധൃതിയില്ല. നമുക്ക് വണ്ടി അങ്ങോട്ടാ പോകുന്നതാണ്. ഞങ്ങൾ പോകത്തുള്ളൂ. ഞാൻ അതല്ലേ പറഞ്ഞത്, അവിടെ ഇട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ ഇവിടെ കൊണ്ടുവന്നിട്ട് താനെ ഇത് ഓക്കെ ആക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ അങ്ങോട്ട് പോട്ടെ. ആ വണ്ടി അവിടെ അതുവരെ നമുക്ക് മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ പറ്റും.
ശരിയല്ലേ? രണ്ട് സൈഡും നോക്കിയിട്ട് ഇനി റോഡിലേക്ക് ഇറങ്ങും. ഓക്കെ ആണോ? അപ്പൊ പതിയെ ഇറങ്ങിക്കോ. വണ്ടി സ്കൂട്ടർ ആ പോട്ടെ, നമുക്ക് ഒരു നിർത്തിയില്ല. ഇനി പോകാവോ? അപ്പൊ പോട്ടെ. ആ വേഗത കുറച്ച് കുറച്ച് തന്നെ തിരിഞ്ഞെടുക്കും. പോട്ടെ. ആ വണ്ടിയെ നോക്കി ഇരിക്കരുത്, അത് കുഴിയായതുകൊണ്ടാ കേറാത്തത്. അപ്പം ഒരു ചെറിയ ആ ഇനി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ബ്രേക്കിൽ തന്നെ വാ. ഇനി പതിയെ ഇത്തിരി ആക്സിലേറ്റർ കൊടുക്ക്, കേറാൻ വേണ്ടി മാത്രം. കേറുമെന്ന് തോന്നുന്നവരെ. ആ ഇനി ആക്സിലേറ്റർ വേണ്ട, ബ്രേക്കിൽ വാ. എന്നിട്ട് വണ്ടിയെ നേരെയാക്കി കൊണ്ടുപോവാ. തിരിച്ചോണ്ടിരിക്കുക, ഇപ്പം നേരെയാക്കണം. ആ തന്നെ പോട്ടെ. താനെ തിരിയും. ചില സ്ഥലത്ത് തിരിഞ്ഞില്ലാന്നും ഇരിക്കും. എല്ലായിടത്തും താനെ തിരിയൂന്ന് പറഞ്ഞിരുന്നാ ചിലപ്പോ നടക്കില്ല കേട്ടാ. ഒരു സൈഡിൽ കടല്, ഒരു സൈഡിൽ കായല്. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും വെള്ളത്തിലുണ്ടാവും, പേടിക്കണ്ട. അവിടെ ഇൻഡിക്കേറ്റർ ഇട്ട് കേറണമെന്നല്ലേ പറഞ്ഞു. യെസ്, ഐസ്ക്രീം കട. അതെ, ഐസ്ക്രീം കട കഴിഞ്ഞിട്ട് ഒരു വഴി ഉണ്ടല്ലോ അങ്ങോട്ട്. ഇവിടുത്തെ സ്ഥലമൊക്കെ കാണാൻ അറിയാലോ. മാക്സിമം അറിയാം. കൃത്യമാണ്. വേഗതയും കൂടെ കുറയ്ക്കും. എന്നിട്ട് അവരുടെ നേരെ പുറകിലേക്ക് ചെല്ലരുത്. ആ പോട്ടെ. നമുക്ക് ഇനി റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമ്മൾ എങ്ങനെ കിടക്കണം? ഇപ്പൊ കിടക്കരുത്. ആ വണ്ടി പോകുന്ന കണ്ട, അതുപോലെ ഓടിച്ചെന്ന് ഈ റോഡിന്റെ നടുക്കോട്ട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് എതിരെ വണ്ടി ഇല്ലാത്ത സമയത്ത് വേണം കിടക്കാൻ. പിന്നെ ഇന്ന് വണ്ടി ഉണ്ടോ നോക്കണം. വണ്ടി ഇല്ലെങ്കിൽ നടുക്കോട്ട് ചേർന്ന് ഓടണം. ഓക്കെ, നടുക്കോട്ട് ചേർത്ത് വിടും. നമുക്ക് ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. ഇനി വണ്ടിയുടെ വേഗത കുറയ്ക്കും. വീണ്ടും നോക്ക്, പിന്നീന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കടക്കാൻ നോക്കരുത്. കണ്ട, ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ പതിയെ അവർ ഒഴിവായി കഴിയുമ്പോ മുന്നിലേക്ക് ചെല്ലും. ഇനി പതിയെ വലത്തോട്ട് മാറി ചെല്ലും. എതിരെ വണ്ടി വരുന്നുണ്ട്, വീണ്ടും നിർത്തി കൊടുക്കും. അവര് പോയിട്ട് നമുക്ക് പോയാൽ മതി. വേണ്ട, ഇനി വീണ്ടും പോട്ടെ. അത് ഒരുപാട് ദൂരമല്ലേ? ആ അങ്ങനെ തന്നെ. എന്തിന്? ഇത് മാത്രമാണ്. പതിയെ വേഗത കുറച്ച് തന്നെ താഴോട്ട് ഇറങ്ങി ചെല്ലും. എന്നിട്ട് നേരെയാക്കി ഈ കറുത്ത വണ്ടിയുടെ പുറകിൽ കൂടെ മുന്നിലേക്ക് പോകാൻ നമുക്ക്. അങ്ങനെയാണോ? ആ വേണം. അങ്ങനെ വേണം. വേഗത കുറച്ച് ഇങ്ങനെ എടുത്താൽ പോലെ. ഇല്ല, ഇങ്ങനെ മുന്നിലേക്ക് പോകാനായിരിക്കും. വേഗത കുറച്ച് തിരിഞ്ഞ് പോകാം. ബ്രേക്കിൽ വേഗത കുറയ്ക്കും. എന്നിട്ട് വണ്ടിയെ ഇങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് അങ്ങോട്ട് പോകണം. കറുത്ത വണ്ടിയുടെ പുറകിൽ കൂടെ ചെന്നിട്ട് വലത്തോട്ട് വീണ്ടും പോകണം. അതെല്ലാം ബ്രേക്കിൽ സ്ലോ ചെയ്ത് തിരിക്കുകയും വളയ്ക്കുകയും എല്ലാം ചെയ്യണം. വണ്ടി വളഞ്ഞു, ഇനി നേരെയാക്കി കൊണ്ടുവരണം. വന്നില്ല. ആ അങ്ങനെ. ഇനി ബസിന്റെ ആ സൈഡിൽ കൂടെ. അതെ. എത്ര സമയം വേണം എടുത്തു. എന്നിട്ട് അതുപോലെ നേരെയാക്കുകയും വേണം. നേരെ അവന്മാര് നിൽക്കുന്ന അതല്ലേ ഞാൻ പറഞ്ഞ. ഇങ്ങനെ ഇല്ല, ഇനി ഇങ്ങോട്ട് പോട്ടെ. ബസിന്റെ അടുത്ത്. തിരിച്ചു കൊണ്ടുപോവാ. പോകുന്നതിന് മുമ്പ് വണ്ടി തിരിഞ്ഞായിരിക്കുന്നത്. ആക്സിലേറ്റർ കൊടുക്കുമ്പോ അതും കൂടെ ഓർത്തോണം. പതിയെ അതിനുള്ളതേ കൊടുക്കാവുള്ളൂ, നീങ്ങാൻ മാത്രം. പോട്ടെ. നീ ഒഴിവാക്കിയിട്ട് തിരിഞ്ഞു കൊണ്ടുപോവാ. നമുക്ക് പോകേണ്ട വഴിയിലേക്ക്. അങ്ങനെ വേണ്ട, നേരെ പോവാനാ. വേഗത കുറയ്ക്കും ബ്രേക്കില്. പിന്നെ പോട്ടെ. പൊയ്ക്കോ, മുന്നിലേക്ക് പയ്യൻ നിൽക്കുന്നു. പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കും. അവനവിടെ നിന്നോട്ടെ. കൊടുക്കണം. പോകുന്നില്ല എന്ന് തോന്നുമ്പോ പതിയെ ആക്സിലേറ്റർ കൊടുക്കണം. പോട്ടെ, അത് ഇതിന്റെ ബ്രേക്കിന്റെ. പോട്ടെ, മണ്ണാണ്. പോട്ടെ കഴിഞ്ഞില്ലേ? പോട്ടെ. മഞ്ഞ സംഭവത്തിന് പോണോ? ഏത് സംഭവത്തിന്? വേണം, ആ റോഡെ കൂടെ പോട്ടെ മുന്നിലേക്ക്. ധൈര്യമായിട്ട് പോകും. മണ്ണായതുകൊണ്ട് താന്നു പോവാ. പോയാലോ? നമ്മുടെ മുന്നേ എത്ര വണ്ടി പോയെന്ന് കണ്ടായിരുന്ന? അത് സ്കൂട്ടറല്ലേ? ഒരു കാറ് പോയത് കണ്ടില്ലായിരുന്നു?
ആ മണ്ണിലേക്ക് കൊണ്ടുപോയിരുന്നാ മതി. ഇത്തിരി ഇങ്ങോട്ട് മാറിപ്പോട്ടെ. കണ്ടാ ഇവിടെ ഒരുപാട് സ്ഥലമില്ലേ, അതിന് നേരെ പോട്ടെ. ഇനിയിപ്പോ ഇവിടെ സ്ലോ ചെയ്യരുതേ, അത് മണ്ണാണ്. ഓടിച്ച് തന്നെ പോകും. ആക്സിലേറ്റർ കൊടുക്കട്ടെ. ആ ചെറുതായിട്ട്, ഒരുപാട് വേഗതയൊന്നും വേണ്ട. എവിടെ കൊണ്ടടിക്കാനാ? അത് ശരി. മണ്ണില്ലാത്ത സ്ഥലം നോക്കി നോക്കി കൊണ്ടുപോകും. അപ്പൊ അങ്ങോട്ട് പോകും. പോയിക്കോട്ടെ, ഇവിടെ വേറെ ആരും വരാനില്ലല്ലോ. ചിലപ്പോ വന്നാലും വരുമ്പോഴുള്ള കാര്യമല്ലേ. നമുക്ക് മുന്നിൽ നിന്ന് വന്നാൽ കാണാം, പിന്നീ നിന്ന് വരുന്നതും കാണാം. പിന്നീന്ന് വരുന്നുണ്ട്. ആ അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു, ഞാൻ നോക്കിയില്ലായിരുന്നു. പോട്ടെ. ഇനി ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടേ. പതി ഇവിടെ ലെഫ്റ്റ് സൈഡ് ഒന്ന് ഒതുക്കി കൊടുത്തേ. നേരെ ആക്കി വയ്ക്കും. ഇവിടെ അങ്ങോട്ട് പോട്ടെ. വേണം, നേരെ ആക്കി കൊടുക്കും. നേരെ നേരെ. ആ മതി 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 മതി. മണ്ണാണ് അവിടെ. ഇങ്ങനെ നേരെ ഇങ്ങോട്ടേ. തിരിഞ്ഞിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. ആ മതി, നിൽക്കട്ടെ. നോട്ടിലാക്കി എന്ത് ചെയ്യണം? ഇട്. നോക്കണം. ആ നോക്കിയല്ലേ? കാലെടുക്കട്ടോ. എടുത്തോ. കുഴഞ്ഞ വെള്ളം ഉണ്ടോ വണ്ടിയിൽ? ഇല്ല. വെള്ളം എവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങോട്ടേ ഉള്ളു. എവിടെ? ഇത്തിരി അങ്ങോട്ട് നിർത്ത്. ഇപ്പൊ ആ പോസ്റ്റ് നമ്മുടെ ബോഡിയുടെ അടുത്ത് എത്താറായ? വണ്ടി നമ്മുടെ പോസ്റ്റിനടുത്ത് എത്തിയാ? അപ്പൊ ഇനി ധൈര്യമായിട്ട് തിരിച്ചോ മുഴുവൻ. വണ്ടി വിടരുത്, മുഴുവൻ തിരിക്കും. തിരിച്ചിട്ട് വേണം അങ്ങോട്ട്. ആ കാരണം നമുക്ക് ഓടിച്ച് തിരിക്കാനുള്ള ഒരു പ്രാക്ടീസ് ഇല്ല. അപ്പൊ പതിയെ ബ്രേക്ക് വിട്ടു കൊടുക്കും. പുറകിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കിയിട്ട്. വണ്ടിയുണ്ട് ഉണ്ടെങ്കിൽ പോരുത്. ഇനിയുണ്ടാ? ഇല്ല. അപ്പൊ പതിയെ വാ. ആ അങ്ങനെ. ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ ആ മതി. കാലെടുക്കട്ടോ. ആ പതിയെ പതിയെ നീങ്ങട്ടെ. ആ വീണ്ടും പയ്യെ നിർത്തും. നമ്മൾ ഉദ്ദേശിച്ച വഴിയിലേക്ക് തന്നെയാണ് ഈ വണ്ടി വരുന്നത്. ഇവിടെ കൂടെ നോക്കും അല്ലേ? വീണ്ടും വാ. ആ വാ. പതിയെ നിർത്ത്. ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത്? ഇത്തിരി കൂടെ വാ. നിക്കട്ടെ. ഇനി ആ മിറർ നോക്കുക, അവിടെ ആരെങ്കിലും ഉണ്ടോ, തടസ്സം വല്ലതും ഉണ്ടോ? അതല്ല പുറകില്, അവിടെ പുറകില് ഇല്ല. അപ്പൊ പതിയെ വാ. പയ്യെ ബ്രേക്ക്. രണ്ട് മിറർ മാറി മാറി നോക്ക്. എന്തെങ്കിലും തടസ്സം ഉണ്ടോ, എന്തെങ്കിലും മുട്ടാനുണ്ടോ നോക്ക്. അപ്പൊ വീണ്ടും കുറച്ചുകൂടെ വാ. വീണ്ടും നിർത്ത്. നോക്ക് രണ്ട് മിററിലും. ഇല്ല. വാ. വീണ്ടും വാ. ഇപ്പൊ രണ്ട് സൈഡിലും ഒന്നും ഇല്ലല്ലോ. ഇനി ഈ വണ്ടി നേരെ വരുമ്പോ നിർത്തണം. നേരെ വന്നാ? നേരെ ആയോ? അപ്പൊ വീട് ട്രെയിൻ പോകുന്നല്ലോ. മുന്നോട്ട് പോയ കായല്, പുറകിലേക്ക് പോയ കടല്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലല്ലേ നമ്മള്? ഒരു വരമ്പില്ല. എന്ത് ചെയ്യണം? ആ വീല് നേരെ ആക്കും. നേരെ ആക്കും വീല്. ആ വീല് നേരെ ആയില്ലേ? ഇത്തിരിയുടെ പുറയിലേക്ക് ഇറങ്ങി കിടക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയാ. അപ്പൊ ഇത്തിരിയുടെ പുറമുണ്ടോ? ആ മതി, നിക്കട്ടെ. ന്യൂട്രലാക്കിട്ട് ഇനി എന്താ ചെയ്യണ്ട? നമ്മള് ഓണാക്കും. അങ്ങനെയാണോ ഓണാക്കണ്ടേ? അങ്ങനെയാണോ പ്രസ് ചെയ്തോണ്ടാണോ അത് ഓണാക്കണ്ടേ? ആ നൗഫി ഇനി ഓണാക്ക്. ഓണായി. ഓണാകുമ്പോഴാണ് റെഡ് ലൈറ്റ് കളിയുന്നത്. ഇനി ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കും. വണ്ടി നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ, ഉറപ്പല്ലേ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്. ഒന്നല്ല, ഒരു 1000 വട്ടം ചെയ്ത് നോക്കണം. എന്നിട്ടേ ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ. ഓക്കെ ആണോ? ഡ്രൈവിലേക്ക് മാറി വീണ്ടും. അതെ. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും. അതെ, ഓഫ് ചെയ്താണ്. റൈറ്റിലേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അതെ, റൈറ്റിലേക്ക് തിരിഞ്ഞിറങ്ങിക്കണം. റോഡെ കയറണ്ട, ഈ സ്ഥലത്ത് തന്നെ തിരിഞ്ഞ് നിർത്തിയാൽ മതി. അപ്പൊ അതൊക്കെ പതുക്കെ നീങ്ങുമ്പോ എളുപ്പം തിരിക്കണം. എളുപ്പം തിരിക്കണം. അങ്ങനെ തന്നെ എളുപ്പം തിരിക്കണം. അത് തന്നെ പയ്യെ സ്ലോ ചെയ്യും. വണ്ടി ഉരുളാൻ സമ്മതിക്കരുത്. വണ്ടി നേരെ വന്ന അവിടെ നിർത്തി തരണം. നേരെ ആയ നിർത്ത്. നേരെ ആയില്ലേ? ആയോ? അപ്പൊ
ആയില്ലേ? ആ. ഇതിലൊന്ന് മുന്നോട്ട് എടുത്ത് നോക്കിയാൽ നേരെയാണോന്ന് അറിയാം. ആണല്ലോ. നിൽക്കട്ടെ. റിവേഴ്സ് ഗിയർ എടുക്കും. ഇവിടെ പാടല്ലേ? നോട്ടിലാക്കിയിട്ട് ഇവിടെ എന്താ പാട്? ഒന്നുമില്ല. ആ പോസ്റ്റ് കാണാമോ നോക്കി? കാണാവാ? എനിക്ക് ആ പോസ്റ്റിന്റെ അപ്പുറത്ത് പോയാൽ മതി. ഇനി ഇപ്പൊ പോസ്റ്റ് നിൽക്കുന്നിടത്ത് നിന്ന് കടന്നിട്ട് അങ്ങോട്ട് ഇതേ വഴിയിലേക്ക്. അതായത് പോസ്റ്റിന്റെ അപ്പുറം. അതെ. ഇപ്പൊ നമ്മൾ വന്ന സ്ഥലമാണ് നമ്മുടെ ഈ സൈഡിൽ കാണുന്നത്. നമുക്ക് അവിടെ വേണ്ട. പോസ്റ്റ് കടന്നിട്ടുള്ള സ്ഥലത്ത് ഇതുപോലെ കയറി ചെന്നാൽ മതി. ഓക്കെ ആണോ? അപ്പൊ പതിയെ പിന്നിലേക്ക് ചെല്ലുന്നതനുസരിച്ച് പോസ്റ്റിന് അടുത്തേക്ക് വണ്ടി എത്തിക്കണം. അങ്ങനെ പതിയെ പോട്ടെ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കിയാൽ പോസ്റ്റിന് നേർക്കല്ലേ പോകുന്നത്. അപ്പൊ നിർത്ത്. പോസ്റ്റിന് നേർക്ക് പോകാൻ പാടണ്ട. അപ്പൊ ഒഴിവാക്കും സ്ഥലം. അങ്ങനെ ഒഴിച്ച് അങ്ങനെ തിരിച്ചു കൊടുക്കും. കൂടുതൽ തിരിക്കുക. അപ്പൊ പെട്ടെന്ന് മാറും. ഇനി ഒന്ന് പതിയെ പുറകോട്ട് എടുത്ത് നോക്കിയാൽ പോസ്റ്റിന്റെ അടുക്കാൻ മാറിയോ? മാറിയാ? അതെ, മുട്ടാത്ത രീതിയിലല്ലേ ചെല്ലുന്നത്. അപ്പൊ പോട്ടെ. ഇനി അകലാത്ത രീതിയിൽ പുറകോട്ട് കൊണ്ടിയല്ലേ. പോസ്റ്റിന്റെ അടുക്കാൻ അകലരുത്. ഇപ്പൊ അകന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ അകലാൻ സമ്മതിക്കാത്ത രീതി കൊണ്ടിയല്ലേ. കറക്റ്റ് അല്ലേ? പയ്യെ സ്ലോ ചെയ്തിട്ട് ഇനി പോസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലണം. മുട്ടാത്ത രീതിയിൽ അതിന് അടുത്തേക്ക് വണ്ടിയെ കൊണ്ടുചെല്ലണം. അതിനെന്താ ചെയ്യേണ്ടത്? അങ്ങോട്ട് തിരിക്കണം. പതിയെ അതെ. അങ്ങോട്ട് തിരിയുന്നില്ല. വണ്ടിയുടെ വേഗത കുറയ്ക്കും. പിന്നെയും ഉരുളാൻ സമ്മതിക്കും. പോസ്റ്റിന് നേർക്കാണെന്ന് നോക്കുക. അല്ലല്ലോ. പിന്നെ ഉരുളാൻ സമ്മതിക്കും. നിർത്ത്. കടന്ന് പോകാൻ സമ്മതിക്കരുത്. പോസ്റ്റ് കടന്നു പോയാൽ നമ്മൾ വീണ്ടും അകന്നു പോകും. പോസ്റ്റിന്റെ അടുക്ക് എത്താറായില്ലേ? ഇനി എന്ത് ചെയ്യണം? കൂടുതൽ തിരിച്ചാലേ ഞാനായിട്ട് ഇടിക്കുവോ? ഇടിക്കില്ലല്ലോ. ഉറപ്പല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? കൂടുതൽ തിരിക്കും. അതേ വഴിയിലേക്ക് വേണ്ട. തിരിച്ചോ. പുറയിലേക്ക് പോകുമ്പോഴത്തേക്ക് തിരിക്കാൻ ടൈമിങ് കിട്ടാത്തത് കൊണ്ടാണ് വണ്ടി കടന്നു പോയത്. ശരിയല്ലേ? മുഴുവൻ തിരിക്കും. ഇനി പതിയെ പിന്നിലേക്ക് വാ. കറക്റ്റ് ആ പോസ്റ്റിന് അരികെ കൂടെ കയറുന്നുണ്ടെന്ന് നോക്കണേ. പോകരുതേ. മുന്നിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കണം. പിന്നിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കണം. പോസ്റ്റിൽ മുട്ടുമോ നോക്കിയാ? ഇല്ല. പയ്യെ ബ്രേക്ക് ചെയ്ത് വാ. ഇനി ഒന്ന് നിർത്തിക്ക്. പോസ്റ്റിന്റെ അവിടുന്ന് നേരെ പുറകോട്ടുള്ള കാഴ്ച മുഴുവൻ നമുക്ക് ആ മിററിൽ കാണാം. ഈ മിറർ നോക്കണേ. ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണ്ടേ? പതിയെ പിന്നിലേക്ക് വാ. ഇപ്പൊ കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോന്ന് ഇവിടെ മുഴുവൻ നമുക്ക് കാണാം. ഇവിടെ ഒന്നുമില്ല നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി പിന്നിലേക്ക് വന്നാലേ അറിയാവുള്ളൂ. പതിയെ വാ. നേരെയാ? നിർത്ത്. ഇനി എന്ത് ചെയ്യണം? വീല് നേരെയാക്കണം. ഫുള്ളാക്കണോ? വീല് നേരെയാക്കണ്ടേ? ഇപ്പൊ നമ്മൾ തിരിഞ്ഞല്ലേ ഇവിടെ വന്ന് കയറിയത്. ഇനി നമുക്ക് നേരെ പുറകോട്ട് പോകാനാ. വീല് നേരെയാക്കണം. വീല് നേരെയാകുന്ന എങ്ങനെ? അല്ല, നിർത്തിയിട്ട് വീല് നേരെയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ഇങ്ങനെ ഫുൾ റൗണ്ട് തിരിച്ചിട്ട് നേരെ വരുന്ന രീതിയിൽ 2 തവണ കൊണ്ടുവരണം. ഒരു തവണ ഇവിടെ കൊണ്ടുപോകാം. പാർക്ക് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത്. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും ആവശ്യം വരത്തില്ല. ഇപ്പം നിലവിൽ ഇത് നേരെയാണോ പോണേ ചരിഞ്ഞാണോ പോണേന്ന് അറിയണമെന്ന് തോന്നിയാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുഴുവൻ തിരിച്ചിട്ട് ഈ നേരെയുള്ള പൊസിഷനിൽ 2 തവണ കൊണ്ടുവരുമ്പോൾ വീല് നേരെയാവും. ഓക്കെ അല്ലേ? അപ്പൊ നേരെ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. 2 സൈഡിൽ ഇല്ല. അപ്പൊ പതിയെ പുറയിലേക്ക് പോവാം. വരട്ടെ. എവിടം വരെ പോകാൻ പറ്റും? പതിയെ നിന്ന് പോകും. കടലിൽ കിടക്കുവാ? എനിക്ക് നീന്താ അറിയാം കേട്ടാ. എനിക്ക് അറിഞ്ഞൂടാ. രക്ഷപ്പെട്ടു. പയ്യെ ബ്രേക്കിലോ. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. ഒച്ച കേട്ടാ. ഇനി പുറയിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ ആണോ? സെൻസർ ന്യൂട്രലാക്ക്. ഇതൊരു ഏകദേശം പിടുത്തം കിട്ടിയ അതോ ചുമ്മാ പറയുന്നതാ? ഇനിയും ചെയ്ത് നോക്കാം. നമുക്ക് ഡ്രൈവിലേക്ക് മാറും. നമുക്ക് വീട്ടിൽ വണ്ടി കയറ്റി ഇടണ്ടേ? വീട്ടിൽ നിന്ന് വണ്ടി പുറത്തിറക്കണ്ടേ? ഞങ്ങൾ പോയി കഴിഞ്ഞാലും റോഡിൽ ഓടിക്കുമെന്ന് എനിക്ക് ബോധ്യമായി.
വണ്ടി ആ ഇടവഴി കൂടെ ഇറക്കുകയും വേണം, അവിടുന്ന് കയറ്റി വിടണ്ടേ. അതിന് നമുക്ക് ഇത് പഠിക്കണം. നമുക്ക് ആ ഇടവഴി നിന്ന് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. താക്കി സ്വയമേ ഇത് തിരിക്കുമ്പോൾ തിരിയുന്നുണ്ടെന്നും വളയുന്നുണ്ടെന്നും തോന്നിയാലല്ലേ അവിടെ കയറ്റി ഇറക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ. അതിനാ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ആകുമ്പോൾ തിരക്കില്ല, ആരും നമ്മളെ ശല്യം ചെയ്യാൻ വരുന്നില്ല. മറ്റേത് നമ്മളൊന്ന് റോഡിൽ നിർത്തുമ്പോൾ തന്നെ ഹോൺ അടിക്കാൻ തുടങ്ങും പുറകിൽ ആളുകൾ വന്നിട്ട്. ശരിയല്ലേ? നമുക്ക് ഇവിടുന്ന് റോഡേ കയറിയിട്ടില്ലേ, അവിടെ ഐസ്ക്രീം കടയുടെ ഒക്കെ അപ്പുറത്ത് കുറെ തെങ്ങുകളൊക്കെ നിൽപ്പുണ്ടല്ലോ. ആ ഐസ്ക്രീം കടയുടെ അപ്പുറത്ത് അവിടെ പോയി ഇത് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ പോകണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ സ്വന്തമായിട്ട് ചിന്തിക്കും. വേണം വണ്ടി പോയിട്ട് പോയാൽ മതി, ഒരു ധൃതിയില്ല. എന്റെ വീട്ടിന്റെ ആ ഇടവഴി കൂടെ പുറകിലൊക്കെ അതാണ് ആ ഗേറ്റിന്റെ അങ്ങേ അറ്റം എന്ന് വിചാരിച്ചു. ഇത് ഈ അറ്റം, അത് ആ അറ്റം. ഓക്കെ, എനിക്ക് ഇതിലേ കൂടെ ഈ വഴിയിലോട്ട് കയറാനാ. അതായത് മുമ്പ് കൂടെ ബാക്ക് റിവേഴ്സ് എടുത്ത് എനിക്ക് ഈ വഴിയിലോട്ട് ഇങ്ങനെ കയറണം. ഓക്കെ, എന്റെ വണ്ടി ഇപ്പൊ ഇങ്ങനെ കിടക്കുക. ഇത് നോക്കിയാൽ ഇതാണ് ആ പോസ്റ്റ്. ഇത് എന്റെ വണ്ടി ഇപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുക. എനിക്ക് ഇനി ഇത് റിവേഴ്സ് എടുത്ത് ഈ വഴിയിലോട്ട് ഇങ്ങനെ കയറണം. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. ഇപ്പം എനിക്കിനി ഇങ്ങോട്ട് വന്ന് ഈ വഴിയിലോട്ട് കയറണം, പുറകിലേക്ക്. അപ്പൊ ഇവിടെ വെച്ച് തിരിച്ചാൽ കിട്ടുമോ? നമുക്ക് കിട്ടൂലേ. കാരണം എന്താ, നമ്മൾ ആ വഴിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ച് തിരിച്ചു കഴിഞ്ഞാൽ പുറകിലത്തെ പോസ്റ്റിൽ പോയി ഇടിക്കും നമ്മുടെ വണ്ടി. ശരിയാണ്. നമുക്ക് എപ്പോഴും റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഏത് സൈഡിൽ നിന്നാണോ നമ്മൾ വരുന്നത് ആ സൈഡിനോട് ചേർന്ന് വേണം വന്ന് കയറാൻ. എങ്കിലേ നമുക്ക് അടുത്ത സ്ഥലം കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ ഈ വണ്ടിയുടെ നേരെ പുറകുവശം മറവ, അവിടെ എന്തിരുന്നാലും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഈ മിററിൽ കൂടെ കാണാൻ പറ്റുന്ന ഈ സൈഡ് മാത്രമാണ്, ആ മിററിൽ കൂടെ കാണാൻ പറ്റുന്ന ആ സൈഡ് മാത്രമാണ്. ഈ വണ്ടിയുടെ നേരെ പുറകു കാണാൻ വയ്യ. ഈ വിൻഡിൽ കൂടെ കാണുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിലും ഉയരമുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഉയരം കുറഞ്ഞത് കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ മോന്റെ ഹൈറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല ഈ വണ്ടി. ശരിയല്ലേ? അത് മുന്നിലേക്ക് വരുമ്പോ കണ്ടുപിടിച്ചോണം. നമ്മളിങ്ങനെ ഓടി വരുമ്പോ ഈ വഴി കണ്ടാൽ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെയാണ്. എനിക്കപ്പോ ഈ വഴിയിലേക്ക് തിരിയാനായിട്ടാ ഇങ്ങോട്ട്. അപ്പൊ എന്തും മാത്രം മുന്നിലേക്ക് പോകേണ്ടി വരും. ഞാൻ ഇത്തിരി മുന്നോട്ട് എടുക്കും, റോഡിലേക്ക് ചെല്ലരുത്. പിന്നെ നിർത്ത്. എന്നിട്ട് ഈ മിററിൽ കൂടെ നോക്കി ആ വഴി കാണാൻ പറ്റുമോ? മിററിൽ ഇതിലൂടെ മുന്നിലേക്ക് പോയി നിർത്തിക്ക്. ഇനി നോക്കിക്ക്, പോസ്റ്റ് കാണാമല്ലോ. പോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ബാക്കിലാണോ നിൽക്കുന്നത് അതോ നമ്മുടെ വണ്ടിയുടെ ഒപ്പമാണോ നിൽക്കുന്നത്? പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി അല്ലേ? ഇനി റിവേഴ്സ് ഗിയറിലേക്ക് മാറും. ഓക്കെ അല്ലേ? ഈ മിറർ ശ്രദ്ധിച്ചോണം. നമ്മുടെ ഈ വണ്ടിയുടെ ബോഡിയുടെ ലൈൻ കാണാനല്ലോ ഇങ്ങനെ. ഇനി പൊന്നിലേക്ക് ചെല്ലും തോറും നമ്മുടെ ഈ വണ്ടിയുടെ ഈ ബോഡി ഉണ്ടല്ലോ, അത് ആ പോസ്റ്റിന് നേർക്ക് ഇങ്ങനെ ചരിയണം. ഓക്കെ, കൂടുതൽ ചരിഞ്ഞാൽ പോസ്റ്റ് ചെന്നിരിക്കും. പോസ്റ്റിന്റെ അടുക്കൽ നിന്ന് അകലാനും പാടില്ല, പോസ്റ്റിന് അടുത്തേക്ക് അടുക്കാനും പാടില്ല ഒരുപാട്. എന്നാൽ അടുക്കുകയും വേണം. ഓക്കെയാണ്. അപ്പൊ പതിയെ തീരെ സ്ലോയിൽ പുറയിലേക്ക് ഒന്ന് വന്നു നോക്കിയാൽ ഇവിടെ ശ്രദ്ധിക്കും. ഇവിടെ ഉണ്ട്. അപ്പം അത് ഇങ്ങോട്ട് ടേൺ ചെയ്ത് കൊടുക്കണേ. അപ്പം അങ്ങനെ ഇങ്ങോട്ട് ടേൺ എടുക്കണ്ടല്ലോ, ചെറുതായിട്ട് നീങ്ങിയാൽ മതി. തിരിഞ്ഞ് വാ, നിർത്ത്. അങ്ങനെ പോകാവുള്ളൂ പുറയിലേക്ക്. നിർത്തി പോയാൽ മതി. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട വീതിയുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാനാണ്. ഞാനത് കണ്ടുപിടിച്ചാണ് ഇവിടെ കൊണ്ട് നിർത്തിയത്. കണ്ടാ ആ സൈഡിൽ വീതിയുണ്ട്. ഇവിടെ നിന്ന് തിരിച്ചാൽ ആ സ്ഥലവും കൂടെ എടുത്ത് എൻ്റെ വണ്ടി തിരിഞ്ഞു വരും. ശരിയല്ലേ? റൈറ്റ് ഇൻഡിക്കേറ്റഡ്. ഓക്കെ, നമ്മൾ റൈറ്റിലേക്ക് തിരിയാൻ പോകുകയെന്നും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പുറകിൽ വരുന്നവർക്ക്. ഡ്രൈവിലേക്ക് മാറി. ഇനി നമ്മുടെ വണ്ടി റൈറ്റിലേക്ക് തിരിക്കാറ്. ആദ്യമേ നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വെച്ചിട്ടേ മുന്നിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ല, സ്റ്റിയറിംഗ് തിരിച്ചു വെക്കും. അങ്ങനെ നേരത്തെ തിരിച്ചു വെച്ചോ. എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇത് അവിടെ ചെല്ലുമ്പോൾ വേറെ കാര്യങ്ങൾ ആലോചിക്കും. ശരിയല്ലേ? റൈറ്റ് ഇൻഡിക്കേറ്റർ. റൈറ്റ് ഇൻഡിക്കേറ്റർ. പുറകിന്ന് വണ്ടി ഉണ്ടോ നോക്ക്, മുന്നിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്ക്. മുന്നിലില്ല, ഇനി പുറകിലുണ്ടോ? ഇല്ല, പോട്ടെ. പതിയെ ബ്രേക്ക് മാത്രം ലൂസ് ചെയ്യും. മുന്നിലേക്ക് നോക്കിയിരുന്നോണേ. ഇതിലൂടെ ലൂസ് ചെയ്യും. ഇനി ബ്രേക്ക് തന്നെ സ്ലോ ചെയ്യണേ. അതായത് ഇവിടെ മുന്നിൽ സ്ലോ ചെയ്ത് മുന്നിലേക്ക് പോകും. പതിയെ ഈ വണ്ടി തിരിഞ്ഞ് വരും. ബ്രേക്കിൽ സ്ലോ ചെയ്യും.
ഇവിടെ നമ്മൾ ആ യൂ ടേൺ എടുത്തപ്പോൾ നമുക്ക് തെറ്റിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുപ്പിച്ചത്. വീണ്ടും മുന്നിലേക്ക് തന്നെ നോക്ക്, പയ്യെ വിട്ടു കൊടുക്കും, ബ്രേക്കിൽ സ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഈ വണ്ടി തിരിഞ്ഞ് നമുക്ക് പോകേണ്ട വഴിയിലോട്ട് വരാൻ തുടങ്ങുമ്പോൾ നേരെയാക്കാൻ തുടങ്ങണം. അതിനെ വേഗത കുറയ്ക്കും. വീണ്ടും പതിയെ വിട്ടു കൊടുക്കും. ഉരുളാൻ സമ്മതിക്കരുതേ, വേഗത കുറയ്ക്കും. ഉരുണ്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് നേരെയാക്കാൻ പറ്റില്ല, അപ്പോൾ റോഡിലേക്ക് ഓടിച്ചെല്ലും. പിന്നെയും പതിയെ ഇത്തിരി മുന്നിലേക്ക് നീങ്ങട്ടെ, അതിനനുസരിച്ച് നേരെയാക്കി കൊടുക്കും. വേഗത കുറച്ചുകൊണ്ട് അങ്ങനെ പിന്നെ നീങ്ങാൻ സമ്മതിക്കും. നേരെയാക്കി കൊടുത്തുകൊണ്ടിരിക്കും. പതിയെ നീങ്ങാൻ സമ്മതിക്കും. തായ്ക്ക് സ്വയമേ ഇത് എപ്പം നേരെയായെന്ന് തോന്നുന്നു അതുവരെ സ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടാ, സ്റ്റഡി ആയി എന്ന് തോന്നിയാൽ മാത്രമേ പിന്നെ ഈ വണ്ടി മുന്നിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഓക്കെ ആണോ? കംഫർട്ടാണോ? എന്താ പോട്ടെ, ആ എടുത്ത് പോയിക്കോ. ഇപ്പൊ പേടിയുണ്ടോ? ആ, അത് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണം. തടെ പേടി മാറ്റിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ട്. പോരെ, ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇനി പറയാൻ പോണത്, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. സ്ഥിരമായിട്ട് ഇപ്പൊ ഈ വഴിയിൽ തന്നെ ഇങ്ങനെ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കണം. വേറെ എങ്ങും പോകുന്നതിനെ പറ്റി ചിന്തിക്കരുത്. ഇപ്പോൾ ഓക്കെ, ഒരു സ്ഥലത്ത് പോയി തിരിഞ്ഞ് വീണ്ടും പോകണം, പിന്നെ തിരിച്ചു വരണം, അങ്ങനെ ചെയ്യാൻ പറ്റണം. കുറച്ച് ദിവസം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ പേടിയും കൂടെ മാറിക്കിട്ടും. എങ്കിലേ നമുക്ക് വേറെ ഒരിടത്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്ര തീർന്ന് അവിടെ ചെല്ലുമ്പോൾ ടെൻഷനാവും, പേടിച്ച് വിറച്ച് ആള് മാറും. ഇപ്പൊ വൃത്തിയായിട്ട് ഓടിക്കുന്ന ആളല്ലേ, തിരക്ക് കാണുമ്പോൾ ആളുടെ സ്വഭാവം മാറുന്നുണ്ട്. വണ്ടി വരുന്ന കാണുമ്പോഴും ഈ വളം എങ്ങനെ ബ്രേക്കിൽ കാല് വെച്ചിട്ട് ചവിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ സൈഡിൽ കൂടെ വണ്ടി തിരിയാവുള്ളൂ. ഒറ്റയടിക്ക് തിരിക്കാനും നോക്കരുത്. മുന്നിലേക്ക് ചെല്ലുന്ന അനുസരിച്ചിട്ടാണ് തിരിക്കണോ വേണ്ടതെന്ന് അറിയാൻ. കണ്ടാ, ഇനി തിരിയണോ? തിരിയണ്ടേ? ആ, നീങ്ങാൻ സമ്മതിക്കും. തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കരുത്. കണ്ടാ, തിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നാ വീണ്ടും വണ്ടി വല്ലയിടത്തോളം പോകും. ആ, പോട്ടെ മുന്നിലേക്ക്. വണ്ടി ഓടിക്കുക. സ്കൂട്ടർ അറിയാലോ, പിന്നെന്താ, കാലെടുത്ത് ബ്രേക്ക് ചവിട്ടി, അത്രേ ഉള്ളൂ. ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിച്ച് സ്വയമേ കുളവാക്കരുത്. പിന്നെ വണ്ടി എപ്പോഴെങ്കിലും ഇങ്ങനെ കയ്യിൽ നിന്ന് വെട്ടുന്നു എന്ന് തോന്നിയാൽ അപ്പൊ വേഗത കുറച്ചോണം. അതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. വണ്ടി ഇങ്ങനെ വെട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥത്തേക്ക് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആ സ്പീഡിൽ പോകരുത്. അപ്പൊ താഴ്ത്തണം, വേഗത കുറയ്ക്കണം. കേട്ടാ, ഒരു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ച്, വെറുതെ ഒന്ന് ഇട്ട് വെച്ച്, ആ ലെഫ്റ്റ്, എന്നിട്ട് വേഗത കുറച്ച് വണ്ടിയുടെ കുറയ്ക്കും. ഇൻഡിക്കേറ്റർ ഒന്നുകൂടെ ഇട്ട് നിർത്തരുത്. വേഗത ഒന്ന് കുറയ്ക്കാനേ ഞാൻ പറഞ്ഞു, നിൽക്കാനും നിർത്താനും ഒന്നും പറഞ്ഞില്ല. ഈ അവസാനത്തെ ഐസ്ക്രീം വണ്ടിയും കടന്ന് മുന്നിലേക്ക് തന്നെ ചെല്ലട്ടെ. അവിടെ ഒരു കട കേട്ടോ. ആ, കട ഉണ്ടായിക്കോട്ടെ, മുന്നിലേക്ക് ചെല്ലട്ടെ. എല്ലാം കാണാതെ പഠിച്ചു വെച്ചിരിക്കുക ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഈ റോഡൊക്കെ കാണാതെ എനിക്കറിയാം. ചെല്ലട്ടെ മുന്നിലേക്ക്. ആ, ഇങ്ങനെ തന്നെ ഈ സൈഡിൽ കൂടെ തന്നെ ഈ കടയെ തട്ടാത്ത രീതിയിൽ മുന്നിലേക്ക് ചെല്ലട്ടെ. നിർത്തണ്ടല്ലോ. 1, 2, 3ാമത്തെ പോസ്റ്റിന്റെ അവിടെ കൊണ്ടുപോയി നിർത്തും. റോഡേ കയറരുത്. ഇനി തിരിച്ച് നമുക്ക് അവിടെ നിർത്താനാ. അപ്പൊ നമ്മുടെ വണ്ടി എവിടെ ഉണ്ടാവണം? ഇടത്തോട്ട് മാറി ചെല്ലും. ആ, അങ്ങനെ ഇടത് സൈഡിൽ കൂടെ വേണം ചെല്ലാൻ. പോസ്റ്റ് എവിടെയാ? നിർത്ത്. ഇതല്ലേ ഉദ്ദേശിച്ചത്? ആ, വേണം, അതിനൊപ്പം കൊണ്ട് നിർത്തിയാ മതി. ഓക്കെ, ഇവിടെ 1, 2, 3 കേട്ടാ. പോട്ടെ, ബ്രേക്ക് വിട്ടു കൊടുക്കുക തീയെ. അങ്ങനെ അവരെ ആരെയും നോക്കിയിരിക്കാതെ നമ്മുടെ വണ്ടി പോകുന്ന നോക്ക്, വേഗത കുറയ്ക്കും. ബ്രേക്കൊന്നും മാറ്റരുത് കേട്ടാ. വീണ്ടും പയ്യെ മുന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുക. കണ്ടാ, നമുക്ക് തിരിച്ചു പോകാനാ വന്ന വഴി തന്നെ. ബ്രേക്കിൽ പിന്നെയും പതിയെ നീങ്ങാൻ സമ്മതിക്കും. വേണ്ട, നേരെ ഇങ്ങനെ ബ്രേക്കിൽ തന്നെ സ്ലോ ചെയ്യും. ബ്രേക്ക് ടെൻഷൻ അടിക്കരുതേ. വീണ്ടും ബ്രേക്ക് വിട്ടു കൊടുക്കും. നീങ്ങട്ടെ, നേരെ തന്നെ പതിയെ പോട്ടെ. പോയിക്കോട്ടെ, ആ കാറിൽ നോക്കിയിരിക്കാതെ. വീണ്ടും വേഗത കുറയ്ക്കും. വെറുതെ ഒഴിഞ്ഞു മാറരുത് കേട്ടാ. പിന്നെയും പോട്ടെ, ആ കാറിലൊന്നും നോക്കിയിരിക്കാതെ പയ്യെ മുന്നിലേക്ക് ചെല്ല്. പയ്യെ മുന്നിലേക്ക് അങ്ങനെ വീണ്ടും ബ്രേക്കിൽ വീണ്ടും പോട്ടെ. ബ്രേക്ക് വിട്ട് കൊടുക്കും. നേരെ
പയ്യെ ആക്സിലേറ്റർ കൊടുക്കും ഒരു പൊടിക്ക്. അവരാരും മൈൻഡ് ചെയ്യരുതേ. ആ ആരും അവിടെ പറയും എന്തിന്? നമ്മുടെ വണ്ടി, നമ്മുടെ പെട്രോള് പോട്ടെ, നമ്മുടെ റോഡ് പതിയെ വേഗത കൊടുക്കും. അങ്ങനെ കാറായിട്ട് നോക്കിയിരിക്കരുത്. നമുക്ക് സ്ഥലമുണ്ട്, കണ്ട പോയിക്കോ പോയിക്കോ പോയിക്കോ. നമ്മൾ ഇവിടുന്ന് മാറാതെ ആ ലോറിക്ക് പോകാൻ പറ്റില്ല. അയാളെ നോക്കിയിരിക്കുന്നതുകൊണ്ടാ നമുക്ക് പോകാൻ പറ്റാത്തത്. ഇല്ലെന്നേ, ഏതേ ഇങ്ങോട്ട് ഒതുങ്ങി കൊടുത്താൽ മതി. പയ്യെ വേഗത കുറച്ച് ഒന്ന് നിർത്തി കൊടുത്തേ. അയാൾ പോയിക്കോളൂ, അയാൾ പോട്ടെ. പോകരുതേ, പുറകിൽ വണ്ടി ഉണ്ടെന്ന് നോക്കിയാൽ അത് പോട്ടെ. തിരക്ക് വരുമ്പോൾ ആ തിരക്കെടുത്ത് നമ്മുടെ തലയെ വെക്കരുത്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോകും കേട്ടോ. നമുക്ക് ചെയ്യാനറിയാം. അത് ആ വളവിൽ വന്നപ്പോൾ ആള് മാറി. ഇത്ര നേരം വന്ന ആളല്ല. വളവിൽ വന്നപ്പോൾ ചുറ്റുപാട് നോക്കുകയായിരുന്നു. മറ്റുള്ളവരെ നോക്കിയിരുന്നാൽ അവരാരും നമ്മളെ സഹായിക്കാൻ വരാനില്ല. നമ്മൾ നമ്മുടെ വണ്ടിയെ നിയന്ത്രിച്ചാൽ നമുക്ക് പോവാം. ശരിയല്ലേ? നമുക്ക് എങ്ങോട്ട് പോകണോ അങ്ങോട്ട് വേഗത കുറച്ച് 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 നമ്മുടെ വണ്ടി എത്തിക്കണം. അല്ലാതെ ആരെയും നോക്കിയിരിക്കരുത് കേട്ടോ. പോട്ടെ. നമ്മുടെ സൈഡ് നോക്കി ഓടിച്ച് ഓടിച്ച് വേഗത കുറയ്ക്കും, വേഗത കുറയ്ക്കും. അവൻ അത്യാവശ്യക്കാരനായിരുന്നു അവിടെ. പതിയെ വേഗതയിൽ കൊടുക്കും. മുഴുവൻ തിരിച്ചു അതിനു വേണ്ടിട്ടാ, അങ്ങോട്ട് പോകാൻ വേണ്ടിട്ടാ, അറിയാൻ വേണ്ടിട്ടാ ഞാൻ ഇത് നേരെയാക്കി വന്ന്. മതി മതി മതി, നമുക്ക് ആ റോഡിലേക്ക് കയറാം. പോട്ടെ. ഇവിടെ നിന്ന് കറങ്ങുമ്പോ പൊടി പറക്കും, ആളുകൾ ചിലപ്പോ ഇത് ചെയ്യും. പോട്ടെ. പതിയെ ആക്സിലേറ്റർ കൊടുക്കും, നീങ്ങാൻ വേണ്ടി മാത്രം. എപ്പം നീങ്ങുന്നൊന്നും ഫീൽ ചെയ്യുന്നു അപ്പൊ അത് ഒഴിവാക്കിയേക്കണം. ആക്സിലേറ്റർ നീങ്ങിക്കോളും, ടെൻഷൻ അടിക്കാതിരുന്നാ മതി. കണ്ടാ, നീങ്ങുമ്പോൾ അതങ്ങ് ഒഴിവാക്കി, എന്നിട്ട് ബ്രേക്കിന് മേളിൽ കാല് കൊണ്ടുവരണം. പിന്നെ നീങ്ങുന്നില്ല എന്ന് തോന്നുമ്പോൾ വീണ്ടും ആക്സിലേറ്ററിൽ കാല് കൊണ്ടുപോകണം. ചവിട്ടി താഴ്ത്താൻ നോക്കില്ല, പയ്യ റോഡിലേക്ക് തിരിച്ചെടുക്കും. അപ്പൊ എന്ത് ചെയ്യണം? ബ്രേക്കില് പയ്യെ പ്രസ് ചെയ്യാൻ വേണം. നമുക്ക് വേഗതയിൽ ചെന്ന് റോഡിൽ കയറണ്ട. ഇനി ലെഫ്റ്റ് ആണ്, നമുക്ക് പതിയെ നീങ്ങാൻ സമ്മതിക്കും. തിരിഞ്ഞു പോവാം. തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കരുത്, റോഡിലോട്ട് നോക്കും. ഇല്ലെങ്കിൽ പോട്ടെ, ഇങ്ങോട്ട് ചേർക്കണ്ട ഇനി, കാരണം പോസ്റ്റ് ഇവിടെ ഉണ്ട്. പതിയെ കുറച്ച് നേരെ ആക്കിക്കൊണ്ട് ലൈറ്റ് ആയിട്ട് മുന്നിലേക്ക് പോട്ടെ. ആ പതിയെ ഒന്ന് നീങ്ങാനായിട്ട്. ആക്സിലേറ്റർ ഒഴിവാക്കിയിട്ട് നേരെയാക്ക്. ഓക്കെ അല്ലേ? പോട്ടെ. പതിയെ ആക്സിലേറ്റർ കൊടുത്ത് പോട്ടെ. ധൈര്യമായിട്ട് പോകും, ധൈര്യമായിട്ട് പോകും. ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കും. അത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം, വെറുതെ ആവശ്യമില്ലാതെ പേടിക്കരുത്. സൈഡ് നോക്കി പോകും.